പുതുപ്പള്ളിയിൽ ഭൂരിപക്ഷം കുറയുമെന്ന് UDF സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മൻ പറഞ്ഞത് സംതിങ് റോങ് എന്ന തോന്നൽ ഉണ്ടായതുകൊണ്ടാകാമെന്ന് LDF സ്ഥാനാർത്ഥി KM രാധാകൃഷ്ണൻ. കേരളത്തിൽ മറ്റു മണ്ഡലങ്ങളിൽ ഉണ്ടായ വികസനം പുതുപ്പള്ളിയിൽ ഉണ്ടായിട്ടില്ലെന്നും KM രാധാകൃഷ്ണൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. പുതുപ്പള്ളി LDF സ്ഥാനാർത്ഥി KM രാധാകൃഷ്ണനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഒരു വല്ലാത്ത തെരഞ്ഞെടുപ്പ് കാലമാണല്ലേ, ചൂട്, അതുകൊണ്ട് തന്നെ കുറച്ച് സമയം ആ ഒരു പ്രതിസന്ധി ഉണ്ടല്ലേ? ഉണ്ട്. ഇടതുപക്ഷ പ്രസ്ഥാനം വളരെ കൃത്യമായി തെരഞ്ഞെടുപ്പ് സംഘടനാ പ്രവർത്തനം ചിട്ടപ്പെടുത്തിയത് കൊണ്ട് തന്നെ ആ സമയപരിമിതി നമുക്ക് അതിജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അസംബ്ലി ഇലക്ഷൻ കൺവെൻഷൻ, മുഴുവൻ പഞ്ചായത്ത് ഇലക്ഷൻ കൺവെൻഷനുകൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ബൂത്ത് കൺവെൻഷൻ 201 ബൂത്തുകളുടെ കൺവെൻഷനുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഏകദേശം ഒരു 25% ബൂത്ത് കൺവെൻഷനും പൂർത്തീകരിച്ചിട്ടുണ്ട്. പൂർത്തീകരിച്ച ബൂത്ത് കൺവെൻഷന് ശേഷം എല്ലായിടത്തും കുടുംബയോഗങ്ങൾ ആരംഭിച്ചു. വളരെ കൃത്യതയോടുകൂടി ഒരു പ്രവർത്തനമാണ് LDF മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ആളുകളുടെ അടുത്ത് ചെല്ലുമ്പോൾ ഒരു പ്രതികരണം എങ്ങനെയാണ്? ഒരു ആദ്യ ഘട്ടം കഴിഞ്ഞ് രണ്ടാം ഘട്ടമായിട്ടുണ്ടാവുമല്ലോ, എങ്ങനെ ആളുകളുടെ പ്രതികരണം? ആളുകളുടെ പ്രതികരണം പൊതുവെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് അനുകൂലമായ ഒരു സമീപനം പൊതു ഡിസ്കഷനിൽ ഉയർന്നു വന്നിട്ടുണ്ട്. മറ്റൊന്നുമല്ല, 62 ലക്ഷം ആളുകൾ സ്വാഭാവികമായി അവരുടെ മനസ്സിലുള്ള ചിന്ത മറ്റൊരു ഗവൺമെൻറ് വന്നാൽ ഈ പെൻഷൻ ഒരുപക്ഷെ നിന്നു പോകും എന്ന ബോധത്തിലേക്ക് ആളുകൾ വന്നിട്ടുണ്ട്. സ്ത്രീ സുരക്ഷാ പദ്ധതി ശരാശരി ഒരു പഞ്ചായത്തിൽ 1000 ആളുകൾക്ക് ഇപ്പോൾ 1000 രൂപ വീതം കിട്ടുന്ന സാഹചര്യമുണ്ട്. അവർക്കും ബോധ്യമുണ്ട് ഒരു വലതുപക്ഷ ഗവൺമെൻറ് വന്നാൽ ഇത് നഷ്ടപ്പെടും. അതുകൊണ്ട് ആ ഗവൺമെൻറ്റിന് അനുകൂലമായ ഒരു സമീപനം ഉയർന്നു വന്നതിൻ്റെ ഭാഗമായി മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പുതുപ്പള്ളി മണ്ഡലത്തിലും ഇടതുപക്ഷത്തിന് അനുകൂലമായി ഒരു വലിയ തരംഗം ഉയർന്നു വന്നിട്ടുണ്ട് എന്ന് തന്നെ സൂചിപ്പിക്കാൻ കഴിയും. ഞാൻ ചാണ്ടി ഉമ്മനെ കണ്ടപ്പോൾ ഈ വികസനത്തിൻ്റെ കാര്യം ഒരു പ്രധാന വിഷയമാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ അതൊരു LDFന്റെ ക്യാപ്സൂലാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് എന്തെല്ലാം പറയാൻ പറ്റും? നമുക്കറിയാമല്ലോ, നമുക്കൊരു ഇടതുപക്ഷ രാഷ്ട്രീയമുണ്ട്, ഇടതുപക്ഷ സാമ്പത്തിക ബദലുണ്ട്, കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളം ആർജിച്ച നേട്ടങ്ങളുണ്ട്. അത് ചാണ്ടിയുമ്മിന് ഇത് പറയുമ്പം BJP നമുക്കറിയാം, മോഡിയുടെ ഗവൺമെൻറ് തന്നെ നീതി ആയോഗ് എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെൻറ് ഏജൻസിയുടെ മാനവ വികസന സൂചികകളിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ് എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഈ 6 മാസക്കാലമായി ഇവിടെ വന്ന് മുൻപ് യഥാർത്ഥത്തിൽ ഈ മണ്ഡലത്തിലെ വികസന കാര്യങ്ങൾ അഭിപ്രായം പറയാത്തയാൾ ഇപ്പം തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇങ്ങനെ ആളുകളെ കബളിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ഒരർത്ഥവുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത്തവണ ഭൂരിപക്ഷം കുറയാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം ന്യൂസ് മലയാളത്തിൽ തന്നെ പറയുന്നൊരു സ്ഥിതി ഉണ്ടായി. അത് ഒരു തെരഞ്ഞെടുപ്പ് ടൈറ്റായതിൻ്റെ ഭാഗമായി ഉണ്ടായ തോന്നലാണെന്നാണോ താങ്കളുടെ അഭിപ്രായം? അല്ല, ഭൂരിപക്ഷം സ്വാഭാവികമായി കുറയുന്നു എന്നൊരാൾ പറയുമ്പോൾ സംതിങ് റോങ് ആണല്ലോ. അതിനെ അങ്ങനെയല്ലേ നമുക്ക് വിലയിരുത്തേണ്ടതുള്ളൂ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? കഴിഞ്ഞ 2.5 വർഷക്കാലം MLA ആയിരുന്ന ഒരാൾ നാട്ടിൽ ജനങ്ങളോടൊപ്പം നിന്നിരുന്നു എങ്കിൽ അഭിമാനത്തോടെ എൻ്റെ ഭൂരിപക്ഷം വർദ്ധിക്കും എന്ന് പറയാവുന്ന സാഹചര്യമല്ലേ ഉള്ളത്. അതാണല്ലോ സ്വാഭാവികമായി എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം പരാജയഭീതി എന്ന് ഞാൻ പറയുന്നില്ല. എന്താണെങ്കിലും എന്തെങ്കിലുമൊക്കെ പോരായ്മയുണ്ടെന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം ആ പദപ്രയോഗത്തിലൂടെ ഉണ്ടായി എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. ഏതാണെങ്കിലും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് LDF സ്ഥാനാർത്ഥി. ഇത്തവണ പുതുപ്പള്ളി വിജയിച്ച് കയറാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ്. അതിനുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ക്യാമറമാൻ ജോഷുവ സാമിനൊപ്പം അജിത് ബാബു, ന്യൂസ് മലയാളം.